ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രൊഡ്യൂസേഴ്സ് ഇപ്പൊ പറയുന്നുണ്ട്, അതായത് ഈ തിയേറ്ററിൽ അധികം പറഞ്ഞിരുന്നു, അതിന് താങ്കൾ തന്നെ മാസമായിട്ടുള്ളൊരു മറുപടി ഒക്കെ കൊടുത്തിരുന്നു, എന്റെ പടം ഹിറ്റാണ്. മാസല്ല, ഞാനത് ഞാൻ അസോസിയേഷനിലെ അസോസിയേറ്റ് മെമ്പറാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ പറ്റത്തില്ല. അസോസിയേറ്റ് മെമ്പറിൻ്റെ കാരണം ഞാൻ അമ്മയിലും മെമ്പർ ആയതുകൊണ്ട്, ഞാൻ പല അസോസിയേഷനിലും മെമ്പർ ആയതുകൊണ്ട് അങ്ങനെ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് അസോസിയേറ്റ്. ഞാൻ 22 പടം ചെയ്തെങ്കിലും ഞാൻ പുറത്ത് നിൽക്കുന്ന ഒരു മെമ്പറാണ്. അപ്പം ഞാൻ അഭിപ്രായം പറയേണ്ട സമയത്ത് പറയാം, എന്നോട് ചോദിച്ചാൽ പറയാം. ഞാൻ അസോസിയേഷനോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കണക്ക് തെറ്റാണ്. കാരണം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡ്യൂസർ ബുക്സ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ആ സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് പ്രൊഡ്യൂസർ തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ചില സിനിമകളുടെയൊക്കെ ബുക്സ് ക്ലോസ് ചെയ്യുന്നത് 1 വർഷത്തിന് ശേഷമായിരിക്കും. ഇപ്പോൾ വാലാട്ടി എന്ന് പറയുന്ന സിനിമ 2 വർഷം മുമ്പ് ഇറങ്ങി, ഇപ്പോഴും അതിൻ്റെ ബുക്സ് ക്ലോസ്ഡ് അല്ല. കാരണം വാലാട്ടി ഞാനിപ്പോൾ റഷ്യയിൽ ഡബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിൻ്റെ ഡബ്ബിങ് നടക്കുന്നു, സ്പാനിഷ് കൊടുത്തിട്ടുണ്ട്, ചൈന സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ഭാഷയിലും ഞാൻ അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അപ്പോൾ അത് ലാഭമാണോ നഷ്ടമാണോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മാസക്കണക്ക് എന്ന് പറയുന്നത് തെറ്റാണ്. ക്വാർട്ടർലി പറയാം, അല്ലെങ്കിൽ ഇയർലി പറയാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി പറയാം. ഹാഫ് ഇയർലി പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ജൂലൈ വരെയുള്ള കണക്ക് വേണമെങ്കിൽ ഓഗസ്റ്റിൽ പറയാം. കാരണം അത് ഓരോ പ്രൊഡ്യൂസേഴ്സിൻ്റെ നിന്നും എടുക്കണം, നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. കാരണം ഇപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറയുന്ന രീതി എന്ന് പറയുന്നത് ഒരു സിനിമ കഴിഞ്ഞ മാസത്തെ കണക്ക് ഈ മാസം എങ്ങനെ പറയാൻ പറ്റും? ഈ ബോക്സ് ഓഫീസ് ഇത്ര രൂപ കോസ്റ്റായി, ഇത്ര രൂപയെ കളക്ട് ചെയ്തുള്ളൂ. ഫെയർ ഇനഫ്. അയാൾ ചിലപ്പോൾ അത് പേപ്പർ വ്യൂവിൽ ഇട്ടേക്കാം, അത് OTT കൊടുത്തേക്കാം, അതിൻ്റെ റീമേക്ക് റൈറ്റ്സ് കൊടുത്തേക്കാം, അതിൻ്റെ ഡബ്ബിങ് റൈറ്റ്സ് കൊടുത്തേക്കാം. ഇതൊക്കെ നടക്കുന്നത് പിന്നെയല്ലേ. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരു സിനിമ ലാഭമാണോ നഷ്ടമാണോ എന്ന് തീരുമാനിക്കാൻ, എത്ര നഷ്ടമുണ്ട് എത്ര ലാഭമുണ്ട് എന്നുള്ളത് അതിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അന്ന് ഈ രീതിയിലല്ല. അത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ചില പ്രൊഡ്യൂസേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. നഷ്ടമാണെങ്കിൽ നഷ്ടമായി, ദാറ്റ്സ് മൈ പ്രോബ്ലം. അത് ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന നഷ്ടമൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് പുള്ളിയുടെ അനുവാദമില്ലാതെ അത് നഷ്ടമാണെന്ന് പറയുന്നതിനോടും ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്, ഈ താരങ്ങൾ കുറച്ചുകൂടി പണം, അവരെ വാങ്ങുന്ന പണം കുറച്ച് കുറഞ്ഞാൽ നല്ലതായിരുന്നു എന്ന് പറയുന്നത്. സൂര്യ എത്ര ശമ്പളം വാങ്ങിക്കണം എന്ന് തീരുമാനിക്കുന്നത് സൂര്യല്ലേ, അല്ലേ? ഞാൻ അഭിനയിക്കുന്ന ഒരാളാണ്, ഞാൻ എത്ര ശമ്പളം, ഞാൻ ചിലപ്പോൾ ഫ്രീ ആയിട്ട് പോയി അഭിനയിക്കും, ചിലപ്പം ഇത്ര എമൗണ്ട് ചോദിക്കും. അത് എൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അത് സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. അതൊരിക്കലും ഒരു അസോസിയേഷന് പറയാം, റിക്വസ്റ്റ് ചെയ്യാം, അല്ലാതെ അത് ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ആക്ടേഴ്സ് തീരുമാനിക്കും. ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് വന്നു, അതിൻ്റെ കോസ്റ്റ് ഇത്രയാണ്, അത് നമുക്ക് എല്ലാവരും കൂടെ, അത് എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം സഹകരിക്കണം. എൻ്റെ അടുത്ത് സഹകരിക്കാറുണ്ട് ആക്ടേഴ്സ്. നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് നമ്മൾ കൊണ്ടുപോയാൽ അവർ സഹകരിക്കും. ഈ സിനിമയിൽ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. സുരാജ് സഹകരിച്ചിട്ടുണ്ട്, ഷറഫുദ്ദീൻ സഹകരിച്ചിട്ടുണ്ട്, പിള്ളേരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു സ്ക്രിപ്റ്റ് കൊണ്ടുപോകുമ്പോൾ അവർക്കും കൂടെ തോന്നണം ഇങ്ങനെ ഒരു സിനിമ ഈ സിനിമ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിതിന് ഇത്ര ശമ്പളമേ വാങ്ങിക്കുന്നുള്ളൂ. ചിലപ്പോൾ ചില സ്ക്രിപ്റ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നതാവാം ആക്ടേഴ്സ്, അല്ലേ? ആട് എന്ന് പറയുന്ന സിനിമയിൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്, എല്ലാവരും. അത് വളരെ കോസ്റ്റ് കൂടിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചു, ആട് എന്ന് പറയുന്ന സിനിമ ഒരാളുടെ മാത്രം ആവശ്യമല്ല, ഇത് നിർമ്മിക്കേണ്ട എൻ്റെ മാത്രം ആവശ്യമല്ല, ഇത് ഉണ്ടാക്കേണ്ടത് മിഥുൻ മാനുവൽ തോമസിൻ്റെ മാത്രം ആവശ്യമല്ല. ഒരുപാട് ആക്ടേഴ്സിന് അന്ന് ഒരു സ്റ്റാർഡത്തിലേക്ക് എത്താനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പം അവരുടെയും കൂടെ ഒരു ആവശ്യമാണ്. അപ്പം എല്ലാവരും സഹകരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നിർബന്ധമില്ലെന്നേ. എന്തിനാണ് നിങ്ങൾ ആരെങ്കിലും പിടിച്ച് നിങ്ങളെ മതിലിനോട് ചേർത്തിരുത്തിയിട്ട് നാളെ നീ സിനിമ എടുത്തില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞോ? ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങളൊരു ആക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ ആക്ടർ ആ സിനിമയ്ക്ക് വേണ്ട ബിസിനസ് പ്ലാനിൽ ആ ശമ്പളം ആപ്റ്റ് ആവുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലേ? അത് വർക്ക് ചെയ്തിട്ട് ഓക്കെ എനിക്കിത് പറ്റണില്ല, ഓക്കെ ഫൈൻ, ഫെയർ ഇനഫ്, ഗോ ടു അനദർ ആക്ടർ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ദ സ്ക്രിപ്റ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ദറ്റ് ദിസ് സിനിമ ഇസ് ഗുഡ് ആൻഡ് യു ഹാവ് ഗുഡ് ടെക്നീഷ്യൻസ് ടു വർക്ക് വിത്ത് യു, ആൻഡ് ഈ ആക്ടർ ശമ്പളം പറയുന്നത് എനിക്ക് വർക്കാവുന്നില്ല, ഗോ ടു അനദർ വൺ. ഇവിടെ എത്ര ആക്ടേഴ്സ് ഉണ്ട് അഭിനയിക്കാൻ അറിയാവുന്നവർ, അല്ലേ? ആൻഡ് കോൺഫിഡൻ്റ്ലി ഡു ഇറ്റ്. അതിനൊരു എക്സാമ്പിളാണ് പടക്കളം. വിജയ് ബാബു ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആക്ടറാണോ? വളരെ പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി. ഐ കം റൈറ്റ് ഓൺ ടൈം.
ഞാൻ 7 മണി എന്ന് പറഞ്ഞാൽ 7 മണിക്ക് എത്തും. ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്. ബിക്കോസ് എനിക്കത് അറിയാവുന്നത് കൊണ്ട് ഞാൻ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ. ഞാൻ അഭിനയിച്ചിട്ടുള്ള ഏത് സിനിമയിൽ ഏത് ഡയറക്ടറിനോട് ഏത് ആക്ടറിനോട് ചോദിച്ചറിയാം. ഞാൻ ചിലപ്പോൾ സെറ്റിലെത്തുമ്പോൾ അവിടെ ആരും എത്തിയിട്ടുണ്ടാവില്ല. ബിക്കോസ് അവർ ചിലപ്പോൾ 7 മണി എന്ന് പറഞ്ഞിട്ട് 8 മണിയാക്കിയത് എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പോയിട്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കാറില്ല. കാരണം ഐ നോ ദ തിങ്. അത് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ട് അവർ വിട്ടുപോയിട്ടുണ്ടാവാം. അത് ഐ മീൻ ഇറ്റ്സ് ക്വൈറ്റ് ഹ്യൂമൻ. ആർക്കും ഉണ്ടാവും. അപ്പോൾ ഞാനവിടെ എൻ്റെ ജോലി, ഞാൻ സെറ്റിലിരുന്ന് എൻ്റെ ജോലികൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എവിടെ ഇരുന്നും ചെയ്യും. അപ്പം ഞാൻ ഇപ്പോൾ റൂമിലിരുന്നാലും അതേ ഐ മീൻ ഞാൻ ചിലപ്പോൾ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ടായിരിക്കും സെറ്റിൽ പോകുന്നത് എൻ്റെ സിനിമയുടെ. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും എൻ്റെ ഓഫീസിൽ. എവിടെ ഇരുന്നാലും കൊടുക്കാൻ നമുക്ക് സിസ്റ്റം ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ചെയ്യും. സോ മൈറ്റാസ്. പിന്നെ ഞാൻ ചില ദിവസം ഞാൻ പറയും എനിക്ക് നല്ല ടയർഡാണ്, എനിക്കൊന്ന് ഒരു മണിക്കൂർ ലേറ്റായിട്ട് എൻ്റെ ഷോട്ട് തുടങ്ങാൻ പറ്റുമോ? അത് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറയും ഉച്ചയ്ക്ക് ഞാൻ നല്ല ടയേർഡാണ്, ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങും, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് എൻ്റെ ഷോട്ട് വെക്കല്ലേ എന്ന് പറയും. ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ അവർ ചെയ്യും, അല്ലെന്നെങ്കിൽ ചെയ്യില്ല. നമ്മളതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഐ എം വെരി പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി. ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജേണർ വെച്ചിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. ഇപ്പോൾ ജൂൺ ആണെങ്കിലും വാലാട്ടി നേരത്തെ പറഞ്ഞു, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിംസ്. അങ്കമാലി ഡയറീസ് ഒക്കെ പോലത്തെ ഒരു ഫിലിം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള ഒരു കൾട്ട് ക്ലാസിക് എന്നൊക്കെ പിന്നീട് അറിയപ്പെടുന്ന ഒരു ഫിലിംസ് ആയിരുന്നു. ഫ്രഷ് ഐഡിയാസാണ്, താങ്കൾ തന്നെ പറഞ്ഞിരുന്നു. ഈ ഫ്രഷ് ഐഡിയാസും മലയാളം ഫിലിം ഇൻഡസ്ട്രിയും തമ്മിൽ ഇപ്പം എന്തോരം ഗ്യാപ്പുണ്ട്? അല്ല, ഇവിടെ മലയാളത്തിൽ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് തോട്ട്സ് ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം മലയാളികളെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു 10 years ഹെഡാണ് ഇൻ ടേംസ് ഓഫ് തോട്ട്സ്, ക്രിയേറ്റീവ് തോട്ട്സ്. നമ്മൾ ഹെഡ് ഓഫ് ടൈം പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇറങ്ങിയ സിനിമകൾ 10-15 വർഷത്തിന് ശേഷവും ചില ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ അത് അവിടെ ഹിറ്റാവുന്നത്. മനസ്സിലായി? നമ്മുടെ ഹ്യൂമർ സെൻസ് അത്ര നമ്മൾ ഹെഡാണ്. അത് മലയാളിയുടെ ഹ്യൂമർ സെൻസിനെ മാച്ച് ചെയ്യാനായിട്ട് ലോകത്തിൽ വേറെ എവിടെയും ആരും ഉണ്ടെന്ന് തോന്നില്ല. അപ്പം ഇവിടെ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് സിനിമകൾ വേറെ ലാംഗ്വേജിൽ ഉണ്ടാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇടയിൽ നമ്മളെവിടെയോ നമ്മളൊരു മറ്റുള്ള ഭാഷകളെ കോപ്പി ചെയ്തൊരു മസാലയിലേക്ക് പോകാൻ ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് വെച്ചിട്ട് നമ്മുടെ ക്രിയേറ്റീവ് സിനിമകൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. അപ്പോഴും നമ്പർ ഓഫ് സിനിമകൾ പറഞ്ഞു. പക്ഷെ വീണ്ടും നമ്മൾ കണ്ടന്റ് സിനിമകളുടെ ഇതിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തുടരും എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ലാലേട്ടൻ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ സ്റ്റാർസ് അല്ലെങ്കിൽ നമ്മുടെ മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ഫോളോ ചെയ്യുന്ന പാതയാണ് നമ്മളെപ്പോഴും. അപ്പോൾ ഇപ്പം നോക്കൂ, അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ മമ്മൂക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ എല്ലാം വീണ്ടും നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ മാസ് സിനിമകൾ വേണ്ടാന്നല്ല, അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മിക്സാണ്. അപ്പം മലയാളത്തിൽ ഉണ്ടാകുന്ന അത്രയും ക്രിയേറ്റീവ് കോൺസെപ്റ്റ്സ് വേറൊരു ഭാഷയിലും അന്നും ഇന്നും എന്നും ഉണ്ടായിട്ടില്ല.